Good evening, all. നെക്സ്റ്റ് സക്സസ് മാജിക് കരിയർ പോയിന്റിന്റെ മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നിങ്ങൾ എല്ലാം ആത്മാർത്ഥമായിട്ട് ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ റീസണിംഗ് ടോപ്പിക്കിന്റെ ഡയറക്ഷന്റെ മൂന്നാമത്തെ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി അല്ലെ. മൂന്നാമത്തെ ടൈപ്പ് അതായത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടൈപ്പ് പ്രോബ്ലംസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. പ്രീവിയസ് എക്സാം ചോദ്യങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചത്. തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിൽ രണ്ട് ടൈപ്പ് ചോദ്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പിക്ചർ വരച്ച് കണ്ടുപിടിക്കുന്നതും അതുപോലെ തന്നെ പൈതഗോറസ് തിയറം അനുസരിച്ച് അല്ലെങ്കിൽ അതിന്റെ ബേസിസിലുള്ള ചോദ്യങ്ങളും ഈ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ടൈപ്പ് ചോദ്യങ്ങളും എക്സാമിൽ ചോദിക്കാറുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ പൈതഗോറസ് തിയറം എന്താണെന്നും ആ പൈതഗോറസ് തിയറം ബേസ് ചെയ്ത് ഡയറക്ഷൻ റീസണിങ്ങിലെ ഡയറക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ ചോദ്യങ്ങൾ എങ്ങനെയാണ് ആൻസർ ചെയ്യേണ്ടതെന്നുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ പിക്ചറിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി ഇതൊരു മട്ട ത്രികോണമാണ് അല്ലെ. മട്ട ത്രികോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മട്ടകോണം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാകും. ഇത് മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. ഒരു മട്ട ത്രികോണം അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ അതിനുണ്ടാകും അല്ലെ. അതായത് 90 ഡിഗ്രി ഒരു കോണളവ് ഉണ്ടാകും. നോക്കിയേ, ഇതാണ് ഒരു മട്ട ത്രികോണം എന്ന് പറയുന്നത് 90 ഡിഗ്രി. ക്ലിയർ അല്ലേ? ഇങ്ങനെയുള്ള ഒരു മട്ട ത്രികോണത്തിന്റെ ഈ 90 ഡിഗ്രി റൈറ്റ് ആംഗിളിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള വശത്തിനെയാണ് നമ്മൾ അതിന് കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എന്ന് വിളിക്കുന്നത് ഇതായിരിക്കും ഏറ്റവും ലോങ്സ്റ്റ് എന്ന് പറയുന്നത്. ഒരു മട്ടത്രികോണത്തിലെ ഏറ്റവും ലെങ്ത് വരുന്നത് ഹൈപ്പോട്ടിന്യൂസ് ആണ്. ഓക്കെ ആണോ? സോ ഈ ഹൈപ്പോട്ടിന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റൈറ്റ് ആംഗിളിന്റെ ഓപ്പോസിറ്റ് വശത്തിനെ നമ്മൾ അതിന്റെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയും. അതുപോലെ തന്നെ ഇതിന്റെ താഴെ വശത്തെ നമ്മൾ അതിന്റെ ബേസ് എന്ന് പറയും. ബേസ് കണ്ടോ, ഈ കൊടുത്തിരിക്കുന്നതിനെ അതിന്റെ ബേസ് എന്ന് പറയും. നേരെ മുകളിലേക്കുള്ളതിനെ നമ്മൾ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയും. ബേസും ആൾട്ടിറ്റ്യൂഡും. സോ ആൾട്ടിറ്റ്യൂഡിന് എ എന്ന ലെറ്ററും ബേസിന് ബി എന്ന ലെറ്ററും ഹൈപ്പോട്ടിന്യൂസ് നമുക്ക് സി എന്ന ലെറ്റർ അല്ലെങ്കിൽ എച്ച് എന്ന ലെറ്റർ നമുക്ക് യൂസ് ചെയ്യാം. ഈ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ ഈ ഹൈപ്പോട്ടിന്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, അല്ലെ കർണത്തിന്റെ അളവ് ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള ഫോർമുലയാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. സോ ഈ പൈതഗോറസ് തിയറം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് മലയാളത്തിൽ പഠിച്ചിട്ടുണ്ട്. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ. ഇതാണ് അതിന്റെ മലയാളം ഫോർമുല എന്ന് പറയുന്നത്. സോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. സോ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കർണത്തിന്റെ സ്ക്വയർ അല്ലെങ്കിൽ അതിന്റെ വർഗം കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഹൈപ്പോട്ടിന്യൂസ് അല്ലെങ്കിൽ കർണം എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ സി അല്ലെങ്കിൽ എച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അതായത് ഈ ഹൈപ്പോട്ടിന്യൂസ് എന്ന് പറയുന്ന വശത്തിന്റെ മറ്റ് രണ്ട് വശങ്ങളുടെയും ഹൈപ്പോട്ടിന്യൂസ് കണ്ടുപിടിക്കാനായിട്ട് ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ എന്ന് പറയുന്നത് അതിന്റെ രണ്ട് അടുത്തുള്ള വശങ്ങളുടെയും സ്ക്വയർ എടുത്ത് കൂട്ടിയാൽ മാത്രം മതി. ഇതാണ് പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. ബേസിസിൽ എങ്ങനെയാണ് ഡയറക്ഷന്റെ ചോദ്യങ്ങൾ ആൻസർ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ രണ്ട് എക്സാമ്പിൾ ചെയ്ത് പറഞ്ഞു തരാം. നമ്മൾ ഒരു 5 പ്രീവിയസ് എക്സാം കോമ്പറ്റേറ്റീവ് എക്സാം ചോദ്യങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എ മാൻ ഗോസ് 15 meter due east and then 8 meter due north. Then how far is he from the starting point? Option A 16 meter, option B 17 meter, option C 23 meter, option D 27 meter. ഇങ്ങനെയുള്ള ഏത് ചോദ്യം കിട്ടിയാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ന്യൂസ് വരയ്ക്കുക തന്നെയാണ്. സോ ഞാനിവിടെ ന്യൂസ് വരയ്ക്കുകയാണ്. മുകളിൽ എന്ന് ഈ ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. എന്താ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? മാൻ ഗോസ് 15 meter ഡ്യൂ ഈസ്റ്റ്. ഈസ്റ്റിലേക്ക് 15 മീറ്റർ സഞ്ചരിച്ചു എന്നാണ് അല്ലെ. സോ ഇവിടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഈസ്റ്റ് ഡയറക്ഷനിൽ 15 മീറ്റർ സഞ്ചരിച്ചു. സോ ഇവിടെ 15 മീറ്റർ സഞ്ചരിച്ച് ഇവിടെ എത്തിയെന്ന് കരുതുക. ഈ ഒരു പോയിന്റിൽ എത്തിയെന്ന് കരുതുക 15 മീറ്റർ. അടുത്ത് പറയുന്നു then 8 meter ഡ്യൂ നോർത്ത്. 8 മീറ്റർ
നോർത്തിലേക്ക് സഞ്ചരിച്ചു എന്നാണ്. സോ നോർത്ത് എന്ന് പറയുന്നത് നേരെ മുകളിലേക്കാണ് അല്ലേ? നേരെ മുകളിലേക്ക് 8 മീറ്റർ സഞ്ചരിച്ചു. സോ 8 മീറ്റർ സഞ്ചരിച്ച് ഇവിടെ ആണെങ്കിൽ ഹൗ ഫാർ ഈസ് ഹി ഫ്രം സ്റ്റാർട്ടിംഗ് പോയിന്റ്? സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര അകലത്തിലാണ്? സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ പോയിന്റ് ആണ്, സെന്റർ പോയിന്റ് ആണ്. ഇപ്പൊ നിൽക്കുന്നത് ഈ പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് ഇപ്പൊ നിൽക്കുന്നതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഈ ലെങ്ത് ആണ്. ഇതാണ്. ക്ലിയർ ആണോ? ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകും ഇതൊരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് അല്ലേ? കാരണം ഇവിടെ 90 ഡിഗ്രിയാണ് വരുന്നത്, 90 ഡിഗ്രിയാണ്. സോ ഇതെന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ്. സോ ആ കർണം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഫോർമുല എന്ന് പറയുന്നത് കർണം സ്ക്വയർ എച്ച് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് സ്ക്വയർ ബേസ് സ്ക്വയർ എന്നാണ് അല്ലെ? ഇവിടെ നമുക്കറിയാം ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. സോ 8ന്റെ സ്ക്വയർ പ്ലസ് ഇനി ബേസ് എന്ന് പറയുന്നത് 15 മീറ്റർ ആണ്. 15ന്റെ സ്ക്വയർ അല്ലെങ്കിൽ വർഗം അല്ലെ? സോ 8ന്റെ സ്ക്വയർ അല്ലെങ്കിൽ 8ന്റെ വർഗം എന്ന് പറയുന്നത് 8 ഗുണം 8 64 പ്ലസ് 15ന്റെ സ്ക്വയർ 15 ഗുണം 15 15ന്റെ വർഗം എന്ന് പറയുന്നത് 225 ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 64 പ്ലസ് 225 289 എന്ന് കിട്ടും അല്ലെ? കർണം സ്ക്വയർ എന്ന് പറയുന്നത് 289 ആണ്. അങ്ങനെയാണെങ്കിൽ കർണം എത്രയാ? കർണം എച്ച് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി അല്ലെ? റൂട്ട് ഓഫ് 289. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു 289 എന്ന് കിട്ടി. അങ്ങനെ കർണം കണ്ടുപിടിക്കാൻ ഇതിന്റെ വർഗ്ഗമൂലം അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. 289ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 9 ലാസ്റ്റ് വന്നിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കാം. 6 ഗുണം 6 എടുത്താൽ 36. സോ 6 അവസാനം വരുള്ളൂ. 7 ഗുണം 7 എടുത്തു കഴിഞ്ഞാൽ 17 ഗുണം 17 7 ഗുണം 7 എടുത്തു കഴിഞ്ഞാൽ 49 വരാം. സോ 9 ലാസ്റ്റ് വരാം. 23 ഗുണം 23 3 ഗുണം 3 9 അവിടെയും ലാസ്റ്റിൽ 9 വരാം. 27 ഗുണം 7 27 27 അവിടെയും 7 ഗുണം 7 49 ആണ്. സോ 9 വരെ. സോ ഇത് 3 ആയിരിക്കും ആൻസർ എന്ന് പറഞ്ഞത് അല്ലെ? സോ നിങ്ങൾക്ക് ഓപ്ഷനെ ഒഴിവാക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? നോക്കി നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 289 ആണ്. 289 എന്ന് പറയുന്നത് നമുക്കറിയാം 15ന്റെ സ്ക്വയർ 225 ആണ്. 15ന്റെ സ്ക്വയർ ഇതിനേക്കാളും കുറച്ചുകൂടി മുകളിലായിരിക്കും. സോ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടും 289 എന്ന് പറയുന്നത് 17ന്റെ സ്ക്വയർ ആണ്. സോ 17 മീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, 17 മീറ്റർ ആണ് എന്റെ ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടിയോ? ക്ലിയർ ആയിട്ട് മനസ്സിലായോ? ഞാൻ ഒന്നുകൂടി പറയാം. A man goes 15 meter due east and then 8 meter due north. How far is he from starting point എന്നാണ് ക്വസ്റ്റ്യൻ. സോ നമ്മൾ ന്യൂസ് വരച്ചു. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് 15 മീറ്റർ ഈസ്റ്റിലേക്ക് പോയി അവിടെ നിന്നും നേരെ നോർത്തിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞ് 8 മീറ്റർ സഞ്ചരിച്ചു. സോ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ് ആണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്ന് ഡിസ്റ്റൻസ് പറയും എച്ച് ആണ്. ഇതൊരു നോക്കിക്കഴിഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഒരു മട്ടത്രികോണമാണ്. ഇവിടുത്തെ ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ ഇതൊരു ഹൈപ്പോട്ടന്യൂസ് ആണ്, ഒരു കർണമാണ് അതിന്റെ. സോ കർണത്തിന്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ നമുക്ക് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ അല്ലെ ലംബം സ്ക്വയർ പ്ലസ് പാദം സ്ക്വയർ എന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. പാദം എന്ന് പറയുന്നത് 15 ആണ്. ബേസ് എന്ന് പറയുന്നത് അതിന്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8 മീറ്റർ ആണ്. സോ 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ എടുത്താൽ മതി. 8 സ്ക്വയർ 64 ആണ്. 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. രണ്ടും കൂട്ടുമ്പോൾ 289 സ്ക്വയർ ആണ്. ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത് ആണ്. സോ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 289 എന്ന് കിട്ടും. 289 എന്ന് പറയുന്നത് 17ന്റെ സ്ക്വയർ ആണ് അല്ലെങ്കിൽ വർഗമാണ്. സോ 17 ഗുണം 17 എടുത്തു കഴിഞ്ഞാൽ 289 കിട്ടും. സോ ആൻസർ എന്ന് പറയുന്നത് 17 മീറ്റർ. ഓപ്ഷൻ ബി ആണ്. എല്ലാവർക്കും മനസ്സിലായി ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട്? എല്ലാവർക്കും മനസ്സിലായോ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഒരു എക്സാമ്പിളൂടെ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം എക്സാമ്പിൾ ആണ്. രാജേഷ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം ഹിസ് ഹോം
towards his office. First, he walked 12 meters west. Then he took right and walked 5 meters and reached the office. Find the shortest distance between his home and his office. Answer option A എന്ന് പറയുന്ന route 115 meter, route 5 meter, 18 meter, 11 meter. സോ എങ്ങനെ ചെയ്യാം? നിങ്ങൾ ഏത് ചോദ്യമാണെങ്കിലും ആദ്യം ചെയ്യേണ്ടത് ന്യൂസ് വരയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇനി നോക്കി, രാജേഷ് സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം ഹിസ് ഹോം. സോ നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യേണ്ടത് സെന്ററിൽ നിന്നായിരിക്കണം. സോ ഹോമിൽ നിന്ന് ഓഫീസിലേക്ക് പോവുകയാണ്. ഫസ്റ്റ് ഹി വാക്ഡ് 12 meters വെസ്റ്റ്. വെസ്റ്റ് ഡയറക്ഷനിൽ 12 മീറ്റർ സഞ്ചരിച്ചു എന്നാണ്. 12 മീറ്റർ വെസ്റ്റ് ഡയറക്ഷനിലേക്ക് സഞ്ചരിച്ചു എന്നാണ്. Then he took right and walked 5 meters and reached office. സോ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞു. ഇങ്ങനെ സഞ്ചരിക്കുന്ന ഒരാളുടെ റൈറ്റ് എന്ന് പറയുന്നത് നോർത്തിലേക്കാണ്. നോർത്തിലേക്ക് 5 മീറ്റർ സഞ്ചരിച്ച് ഓഫീസിലേക്ക് എത്തി. ഫൈൻഡ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് ഹോം ആൻഡ് ഹിസ് ഓഫീസ്. ഇപ്പൊ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫൈനൽ പോയിന്റിലേക്ക് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കുക, അതാണ് അതിന്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും, ഇതും ഒരു മട്ട ത്രികോണമാണ്, റൈറ്റ് ആംഗിൾ കാരണം ഇത് 90 ഡിഗ്രിയാണ്. സോ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇത് ഇത് അതിന്റെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ കർണമാണ്, അല്ലെ? സോ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫോർമുല h² is equal to a² plus b². സോ a², ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞ ഇവിടെ 5 മീറ്റർ ആണ്. സോ 5ന്റെ സ്ക്വയർ പ്ലസ് ബേസ് എത്രയാണ്? 12 മീറ്റർ ആണ്, അല്ലെ? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 മീറ്റർ ആണ്. 12ന്റെ സ്ക്വയർ. സോ 5 ഗുണം 5, 5ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. പ്ലസ് 12ന്റെ സ്ക്വയർ, 12 ഗുണം 12 144. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 169 കിട്ടും, അല്ലെ? 25 പ്ലസ് 144. സോ നമുക്ക് 169 എന്ന് കിട്ടും. അത് കർണം സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ കർണം എന്ന് പറയുന്നത് എത്രയായിരിക്കും? റൂട്ട് ഓഫ് 169. 169 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. 3 ഗുണം 3 വന്നാൽ മാത്രമേ അവസാനം 9 വരത്തുള്ളൂ. സോ 169ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞ ഏതാണ്? 13 ആണ്. 13 മീറ്റർ ആണ്. സോ 13 ഗുണം 13 ആണ് 169 എന്ന് പറയുന്നത്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. ക്ലിയർ ആയിട്ട് കിട്ടിയ എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലായോ? രണ്ട് എക്സാമ്പിൾ നമ്മൾ ചെയ്തു. സോ ഇതും ഈ ഒരൊറ്റ ഫോർമുല ബേസ് ചെയ്ത് ഈ രീതിയിൽ ഫിക്സ് വരയ്ക്കുക, ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് പൈതഗോറസ് തിയറം ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ. ക്ലിയർ ആയിട്ട് രണ്ട് എക്സാമ്പിൾ എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, ഇനി നമ്മൾ പ്രീവിയസ് എക്സാം ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള 5 ചോദ്യങ്ങളാണ് ഇനി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഫസ്റ്റ് ചോദ്യം, നോർത്തേൺ കൗൺസിൽ ലിമിറ്റഡിന്റെ NCLന്റെ 2020 എക്സാം ചോദ്യമാണ്. A man walks 1 kilometer to east and then he turns to south and walks 5 kilometers. He turns to east and walks 2 kilometers. After this, he turns to north and walks to 9 kilometers. Now, how far is he from his starting point? Starting point നിന്ന് എത്ര അകലത്തിലാണ്? സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 3 kilometer, ഓപ്ഷൻ ബി 4 kilometer, ഓപ്ഷൻ സി 5 kilometer, ഓപ്ഷൻ ഡി 7 kilometer. സോ ഇത് നമുക്ക് ഫസ്റ്റിൽ തന്നെ ആദ്യം ന്യൂസ് വരയ്ക്കണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇത് നോക്കില്ല. എ മാൻ വാക്സ് 1 kilometer to east ആണ്, അല്ലെ? സോ ഇവിടെ നിന്ന് 1 kilometer ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു. 1 kilometer. Then he turns to south. സൗത്തിലേക്ക് തിരിഞ്ഞ് എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു? 5 kilometer. 5 kilometer സഞ്ചരിച്ചു. Then again turns to east and walks 2 kilometer. ഈസ്റ്റിലേക്ക് തിരിഞ്ഞ് 2 kilometer സഞ്ചരിച്ചു. After this, he turns to north and walks to 9 kilometer. നോർത്തിലേക്ക് 9 kilometer സഞ്ചരിച്ചു. നോർത്ത് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്, അല്ലെ? ഇത് ശ്രദ്ധിച്ചോണം. നോർത്തിലേക്ക് 9 kilometer സഞ്ചരിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഇവിടെ നിന്നും ഈ ഒരു പോയിന്റിലേക്ക് എത്തുമ്പോൾ 5 kilometer. കാരണം ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 5 kilometer ആണ്. ഇത് 5 kilometer ആണെങ്കിൽ
ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 5 കിലോമീറ്റർ ആകുമ്പോൾ എവിടെ എത്തണം? ഈ ഒരു പോയിന്റിലേക്ക് എത്തും. 5 കിലോമീറ്റർ. ബാക്കി വീണ്ടും 4 കിലോമീറ്റർ കൂടെ സഞ്ചരിച്ചാല് 9 കിലോമീറ്റർ ആവുള്ളൂ. സോ മുകളിലേക്ക് വീണ്ടും 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു നോർത്തിലേക്ക്. സോ 4 കിലോമീറ്റർ കൂടി സഞ്ചരിച്ച് ഈ ഒരു പോയിന്റിലേക്ക് എത്തിയെന്ന് കരുതുക. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും എത്ര അകലത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ്. ഇപ്പോഴത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ഇത് ഒരു ത്രികോണം, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഇതെന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. കാരണം ഇതൊരു ഒരു മട്ടകോണാണ്, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഈ ഇത് എന്ന് പറയുന്നത് അതിന്റെ കർണമാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോർമുല കൊടുത്താൽ മതി. കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. സോ ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന് പറയുന്നത് ഹൈറ്റ്, ഈ മട്ടത്രികോണത്തിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 4 കിലോമീറ്റർ ആണ്. സോ 4ന്റെ സ്ക്വയർ പ്ലസ് ബേസ് എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് അല്ലെ. ഈ ഡിസ്റ്റൻസ് എത്രയാണ് നോക്കിയേ. നമുക്കറിയാം ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഞാൻ നോക്കിയോളൂ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ് അല്ലെ. ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 കിലോമീറ്റർ ആണ്. അതിന്റെ കൂടെ ഈ ഒരു ഡിസ്റ്റൻസ് കൂടി എടുക്കണം. ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ കിട്ടണമെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ മതി. ഇത് 2 കിലോമീറ്റർ ആണ്. അപ്പൊ ഇവിടെയും എത്രയാണ്? 2 കിലോമീറ്റർ ആണ്. സോ ബേസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബേസ് ഈസ് ഈക്വൽ ടു 1 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ, ദാറ്റ് ഈസ് 3 കിലോമീറ്റർ ആണ്. 3 കിലോമീറ്റർ ആണ് എന്റെ ബേസ് എന്ന് പറയുന്നത്. 1 കിലോമീറ്റർ പ്ലസ് 2 കിലോമീറ്റർ എടുക്കണം. അപ്പൊ നമുക്ക് ബേസ് കിട്ടിക്കഴിഞ്ഞു. 3 കിലോമീറ്റർ, 3 സ്ക്വയർ എടുക്കണം. ഇനി നോക്കിയേ, 4ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 ഗുണം 4 16 ആണ്. 3ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3 ഗുണം 3 9 ആണ്. ഈ 16 9 കൂടെ കൂട്ടിയാൽ നമുക്ക് 25 എന്ന് കിട്ടും. ഈ 25 എന്ന് പറയുന്നത് കർണത്തിന്റെ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് കർണമാണ്, എച്ചിന്റെ വാല്യൂ ആണ്. സോ അതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 25 എന്ന് പറയുന്നത് 5ന്റെ സ്ക്വയർ ആണ് അല്ലെ. 5 ഗുണം 5 ആണ് 25. സോ റൂട്ട് ഓഫ് 25 എന്ന് പറഞ്ഞാൽ 25ന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 5 ആണ്. സോ 5 കിലോമീറ്റർ ആണ് ആൻസർ. സോ ആൻസർ ഓപ്ഷൻ 6. സോ ഇത് NCL സ്റ്റാഫ് നേഴ്സ് 2020 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലായ എല്ലാവർക്കും? ആൻസർ ഓപ്ഷൻ സി 5 കിലോമീറ്റർ ആണ്. എല്ലാവർക്കും ക്ലിയർ ആയിട്ട് കിട്ടിയോ? ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആൻസർ ഓപ്ഷൻ സി 5 കിലോമീറ്റർ ആണ്. രണ്ടാമത്തെ ചോദ്യം. Billy walks 60 meters towards south from his house. Then he turns left and walks 80 meters. He again takes a left turn and walks 90 meters. Finally, he takes a left turn and walks 120 meters to reach the park. Is the shortest distance between his house and garden. ഇത് നവോദയ വിദ്യാലയ സമിതി 2022 സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ 80 മീറ്റർ, ഓപ്ഷൻ ബി 70 മീറ്റർ, ഓപ്ഷൻ സി 55 മീറ്റർ, ഓപ്ഷൻ ഡി 50 മീറ്റർ. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യണം? ലൂസ് വരയ്ക്കണം അല്ലെ. ലൂസ്, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചേ. Billy walked 60 meters towards south. സൗത്തിലേക്ക് 60 മീറ്റർ സഞ്ചരിച്ചു എന്നാണ്. അപ്പൊ 60 മീറ്റർ താഴേക്ക് സഞ്ചരിച്ചു. 60 മീറ്റർ. Then he turns left and walks 80 meter. ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്നാണ്. ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലേക്കാണ് അല്ലെ. സോ 80 മീറ്റർ സഞ്ചരിച്ചു, ഈസ്റ്റിലേക്ക് സഞ്ചരിച്ചു. Then again he again takes a left turn and walks 90 meter. 90 meter ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡയറക്ഷൻ ആണ്. ശ്രദ്ധിക്കണം, ഈ ഒരു ഡയറക്ഷനിൽ 60 മീറ്റർ സഞ്ചരിച്ചാൽ എവിടെ എത്തും? ഇവിടെ എത്തും. കാരണം ഈ സൈഡ് എന്ന് പറയുന്നത് 60 മീറ്റർ. സോ അപ്പൊ ഇവിടെ 60 മീറ്റർ സഞ്ചരിച്ചാൽ ഈ ഒരു പോയിന്റ് എത്തും. അതിന്റെ കൂടെ 30 മീറ്റർ കൂടി സഞ്ചരിച്ചാലേ എവിടെ എത്തുള്ളൂ? ഫൈനൽ പോയിന്റിലേക്ക് എത്തും. 30 മീറ്റർ കൂടി സഞ്ചരിച്ചാലേ
അത് 90 മീറ്റർ ആയിട്ട് മാറുള്ളൂ. സോ 60 + 30 90 മീറ്റർ സഞ്ചരിച്ചപ്പോൾ ഈ ഒരു പോയിന്റ് എത്തി എന്ന് കരുതുക. ഫൈനലി ഷി ടേക്സ് എ ലെഫ്റ്റ് ടേൺ ആൻഡ് വാക്സ് 120 മീറ്റർ. വീണ്ടും ഇങ്ങനെ പോകുന്ന ഒരാള് ഇടത്തേക്ക് തിരിഞ്ഞു, ദാറ്റ് ഈസ് വെസ്റ്റിലേക്ക് തിരിഞ്ഞു. 120 മീറ്റർ സഞ്ചരിച്ചു എന്നാണ്. ഇവിടെയും ശ്രദ്ധിക്കണം, 120 മീറ്റർ സഞ്ചരിച്ചാൽ നമുക്കറിയാം ഇവിടെ 80 മീറ്റർ ആണെങ്കിൽ ഇവിടെയും 80 മീറ്റർ ആയിരിക്കും. കാരണം ഇതൊരു ചതുരമാണ്, റെക്ടാങ്കിൾ ആണ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 80 മീറ്റർ ആയിരിക്കും. ഇവിടെ 80 ആണെങ്കിൽ ഇവിടെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും 80 മീറ്റർ ആയിരിക്കും. കാരണം ഇതും ഒരു ചതുരമാണ്, അല്ലെ? അപ്പൊ 80 മീറ്റർ സഞ്ചരിച്ചപ്പോ അയാൾ ഈ നോർത്തിന്റെ ആ ഒരു സ്ട്രൈറ്റ് ലൈനിലേക്ക് എത്തി. പ്ലസ് 40 മീറ്ററൂടെ സഞ്ചരിച്ചാലേ 120 മീറ്റർ ആവുള്ളൂ. സോ വീണ്ടും ഒരു 40 മീറ്റർ വെസ്റ്റിലേക്ക് സഞ്ചരിച്ചു, ഈ ഒരു പോയിന്റിലേക്ക് എത്തി. അതായത് പാർക്കിലെത്തി. സോ പാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണെന്ന് കരുതുക. വാട്ട് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹിസ് ഹൗസ് ആൻഡ് ഗാർഡൻ? ഹൗസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. സോ ഈ പാർക്ക് അല്ലെങ്കിൽ ഗാർഡനിലേക്കുള്ള ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് ലൈൻ വരച്ചാൽ മതി. ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു മട്ടത്രികോണമാണ്, റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. കാരണം ഇവിടെ 90 ഡിഗ്രി ആണ്. സോ ഇത് അതിന്റെ കർണമാണ്. സോ ഇവിടെ നമുക്ക് കർണം കണ്ടുപിടിച്ചാൽ മാത്രം മതി, അല്ലേ? സോ ഫോർമുല ഞാൻ കൊടുക്കുന്നു. h² ഈസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. നോക്കി, ഇതിന്റെ ഹൈറ്റ് അല്ലെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 40 മീറ്റർ ആണ്. സോ 40ന്റെ സ്ക്വയർ പ്ലസ് ബേസ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് അതിന്റെ ബേസ്, അല്ലെ? ഈ ഒരു ഡിസ്റ്റൻസ് ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. സോ അത് കണ്ടുപിടിക്കാൻ അതിന്റെ നേരെ എതിർ സൈഡ് നോക്കിയാൽ മതി. കണ്ടോ, ഇവിടെ 30 മീറ്റർ ആണ് അതിന്റെ എതിർ സൈഡ് ഈ റെക്ടാങ്കിളിന്റെ. സോ ഇവിടെ 30 മീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയും 30 മീറ്റർ ആയിരിക്കും. സോ ബേസ് എന്ന് പറയുന്നത് 30 മീറ്റർ ആണ്. സോ 30ന്റെ സ്ക്വയർ എടുത്താൽ മതി. സോ അപ്പൊ 40ന്റെ സ്ക്വയർ പ്ലസ് 30ന്റെ സ്ക്വയർ. 40ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 4 × 4 16 ആണ്, അല്ലെ? 16. പിന്നെ ഒരു 0 വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 0 1600 പ്ലസ് 30ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3 × 3 9, അല്ലെ? ഒരു 0 ആണ് വന്നെങ്കിൽ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ 2 0. സോ 30ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 900 ആണ്. 1600 പ്ലസ് 900 എന്ന് കിട്ടി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 2500 എന്ന് കിട്ടും. 2500 മീറ്റർ എന്ന് പറയുന്നത് കർണത്തിന്റെ സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് കർണമാണ്. സോ ഹൈപ്പോട്ടനസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2500. 2500ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് സിമ്പിൾ ആണ്. 25ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ 2 0 സ്ക്വയർ റൂട്ടിനകത്ത് 2 0 ഉണ്ടെങ്കിൽ അതിന് വെളിയിൽ എടുക്കുമ്പോൾ 1 0 എടുത്താൽ മതി. സോ ആൻസർ എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. 50 × 50 എടുത്തു കഴിഞ്ഞാൽ 2500 കിട്ടും. സോ 2500 സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 50 മീറ്റർ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 50 മീറ്റർ ആണ്. ഇത് നവോദയ വിദ്യാലയ സമിതി 2022 ക്ലാസ്മേറ്റ്സ് എക്സാമിന്റെ ചോദ്യമാണ് കേട്ടോ. ക്ലിയർ ആയിട്ട് എല്ലാവർക്കും മനസ്സിലായോ? എല്ലാവർക്കും ഈ പ്രോബ്ലം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ മനസ്സിലായോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ചോദ്യം. Sweta starts walking from her office and walks 150 meters towards south, and then she turns right and walks 80 meters, and then she turns left and walks 60 meters. She finally turns left and walks 280 meters to reach a bank. What is the shortest distance between her office and bank? Option A 280 meters. Option B 290 meters. Option C 410 meters. Option D 370 meters. ഇങ്ങനെ ചെയ്യാം. എങ്ങനെ കണ്ടുപിടിക്കാം? ആദ്യം തന്നെ ലൂസ് വരച്ചാൽ മതി. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, അല്ലെ? ഇത് ക്വസ്റ്റ്യൻ വായിച്ചേ. Sweta starts walking from her office and walks 150 meters towards south. താഴെ സൗത്തിലേക്ക് 150 മീറ്റർ സഞ്ചരിച്ചു. Then she turns right and walks 80 meters. ഇവിടുന്ന് റൈറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? വെസ്റ്റിലേക്കാണ്. താഴെ സൗത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരാളുടെ റൈറ്റ് എന്ന് പറഞ്ഞാൽ വെസ്റ്റിലേക്കാണ്. വെസ്റ്റിലേക്ക് 80 മീറ്റർ സഞ്ചരിച്ചു. 80 മീറ്റർ. Then she turns left and walks
60 മീറ്റർ. ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാണ്? താഴേക്കാണ്. താഴേക്ക് 60 മീറ്റർ സഞ്ചരിച്ചു ഈ ഒരു പോയിന്റ് എത്തി കരുതുക. ക്ലിയർ ആണോ? ഇതൊന്നും അടുത്ത് ചെയ്തെന്താണ്? ഷീ ഫൈനലി ടേൺസ് എല്ലാം വാസ് ടു 80 മീറ്റർ. ഫൈനലി 280 മീറ്റർ അടുത്തേക്ക് സഞ്ചരിച്ചു എന്നാണ്. 280 മീറ്റർ ഇടത്തേക്ക് സഞ്ചരിച്ചു എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലേക്കാണ്. വളരെ ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് 80 മീറ്റർ സഞ്ചരിച്ചാൽ എവിടെ എത്തും? ഈ ഒരു പോയിന്റിലേക്ക് എത്തും. അതിന്റെ കൂടെ വീണ്ടും 200 മീറ്റർ കൂടി സഞ്ചരിക്കണം അല്ലെ? 200 മീറ്റർ കൂടി സഞ്ചരിച്ചാലേ റാങ്കിലെത്തും. 200 മീറ്റർ കൂടി സഞ്ചരിച്ച് റാങ്കിലെത്തി. ഇവിടെ എത്തി 80 പ്ലസ് ഇവിടെ എന്ന് പറയും 200 മീറ്റർ കൂടി സഞ്ചരിക്കുമ്പോൾ റാങ്കിലെത്തി. ഇത് ഓഫീസിൽ നിന്ന് ബാങ്കിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതൊരു മട്ടത്രികോണമാണ് അല്ലെ? റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. കാരണം ഇവിടെ 90 ഡിഗ്രി ആണ്. സോ ഇതെന്ന് പറയുന്നത് അതിന്റെ കർണമാണ്. നമുക്ക് ഈ എച്ച് ആണ് കിട്ടേണ്ടത്. ക്ലിയർ അല്ലേ? ഞാൻ ഫോർമുല കൊടുക്കുന്നു. കർണം സ്ക്വയർ എച്ച് സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൾട്ടിറ്റ്യൂഡ് എ സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ബി എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. സോ എ ബേസ് എന്ന് പറഞ്ഞ ഇവിടെ നമുക്ക് ക്ലിയർ ആണ് 200 മീറ്റർ ആണ് അല്ലെ? 200 മീറ്റർ ആണ് ഈ മട്ടത്രികോണത്തിന്റെ ബേസ് എന്ന് പറയുന്നത്. 200 മീറ്റർ ആണ്. സോ 200ന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ. അതാണ് നമുക്ക് വേണ്ടത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, തെറ്റിപ്പോകരുത്. സോ ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത്? ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ഈ മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 150 മീറ്റർ ആണ് അല്ലെ? 150 മീറ്റർ ആണ്. അതിന്റെ കൂടെ എന്ത് ചെയ്യണം? ഈ ഒരു ഡിസ്റ്റൻസ് കൂടെ കൂട്ടണം. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ 60 മീറ്റർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെയും 60 മീറ്റർ ആയിരിക്കും. സോ ഈ 150 മീറ്ററിനോടൊപ്പം 60 മീറ്റർ കൂടി കൂട്ടുമ്പോൾ 210 മീറ്റർ എന്ന് കിട്ടും. അതാണ് അതിന്റെ ഓൾട്ടിറ്റ്യൂഡ്. ക്ലിയർ അല്ലേ? 210 മീറ്റർ സ്ക്വയർ പ്ലസ് 200 സ്ക്വയർ ആണ് ഇവിടുത്തെ കർണത്തിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്. സോ 210ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഈസി ആണ്. 21ന്റെ സ്ക്വയർ എടുത്താൽ മതി. 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 441 ആണ്. ശരിയല്ലേ? ഇത് നോക്കൂ. 21 ഗുണം 21 21 2 21 42. സോ 441. സോ 441 പ്ലസ് 441 പ്ലസ് അല്ല, 441 21ന്റെ സ്ക്വയർ ആണ്. പിന്നെ ഒരു പൂജ്യം കൂടെ ഉണ്ട്. ഒരു പൂജ്യം സ്ക്വയർ എടുക്കുമ്പോൾ അവിടെ 2 പൂജ്യം കൊടുക്കണം. ശരിയല്ലേ? ഓ 2 പൂജ്യം കൊടുക്കണം. ഞാൻ ഒന്നുകൂടി എഴുതുകയാണ്. 210ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 441 0 0 2 പൂജ്യം കൂടെ ഉണ്ടാവും. ഇവിടെ ഒരു പൂജ്യം ആണെങ്കിൽ സ്ക്വയറിൽ 2 പൂജ്യം കൊടുക്കും. ഇനി അടുത്തെടുക്കേണ്ട 200ന്റെ സ്ക്വയർ ആണ്. 200ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈസിയാണ്. ആദ്യം 2ന്റെ സ്ക്വയർ എടുത്താൽ മതി, അല്ലെങ്കിൽ 20ന്റെ സ്ക്വയർ എടുത്താൽ മതി. 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ് അല്ലെ? 400. പിന്നെ വീണ്ടും ഒരു പൂജ്യം ഉണ്ട്. അതിന് പകരം 2 പൂജ്യം ഇവിടെ കൊടുക്കണം. സോ 44,100 പ്ലസ് 40,000 എന്ന് കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 84,100 എന്ന് കിട്ടും. കൂട്ടും 84,100 എന്ന് കിട്ടും. കർമ്മത്തിന്റെ സ്ക്വയർ ആണ് അല്ലെ? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ. ഇനി ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കാനോ? റൂട്ട് ഓഫ് 841 0 0 84,100 എടുത്താൽ മതി. വളരെ എളുപ്പമാണ്. നമുക്ക് ആദ്യം ഈ 841ന്റെ സ്ക്വയർ എടുത്തിട്ട് ഇത് 2 പൂജ്യം സ്ക്വയർ റൂട്ട് ഉണ്ടെങ്കിൽ വെളിയിലെടുക്കുമ്പോൾ ഒരു പൂജ്യം എടുത്താൽ മതി. 841 എന്ന് പറയുന്നത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. 81 പൂജ്യം, അവസാനം 1 വന്നിരിക്കുന്നത്. സോ 9 ഗുണം 9 81. ഈസിയാണ് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ. 29ന്റെ സ്ക്വയർ ആണ്. 29 ഗുണം 29 എടുത്തു കഴിഞ്ഞാൽ 841 കിട്ടും. സോ 841ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 29 ആണ്. 2 പൂജ്യം അകത്തുണ്ടെങ്കിൽ വെളിയിലെടുക്കുമ്പോൾ ഒരു പൂജ്യം എടുത്താൽ മതി. സോ ആൻസർ എന്ന് പറയുന്നത് 290 മീറ്റർ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 290 മീറ്റർ. എല്ലാവർക്കും കിട്ടിയോ? എല്ലാവർക്കും ആൻസർ കിട്ടുന്നുണ്ടോ? എല്ലാവർക്കും ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പടം വരയ്ക്കുക, ഫോർമുലയുടെ ആൻസർ കിട്ടുക കേട്ടോ. ആദ്യം ചെയ്യുമ്പോൾ ഈ ടൈം എടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് 1-2 ദിവസം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട്
ഇത് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ ആണോ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ആൻസർ ഓപ്ഷൻ ബി ആണ് 290 മീറ്റർ. 14ാമത്തെ ചോദ്യം. മാർട്ടിൻ വാക്ക്ഡ് 13 meters towards south from his gym. He turned left and walked 10 meters. He took a left turn and walked 5 meters. And then he turned right and walked for 5 meters. How far is he from his gym and in which direction? Option A, 19 northwest. Option B, 13 southeast. Option C, 15 northwest. Option D, 17 southeast. എങ്ങനെ കണ്ടുപിടിക്കാം? സോ ആദ്യം തന്നെ നമ്മൾ ന്യൂസ് വരയ്ക്കണം. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്. മാർട്ടിൻ വാക്ക്ഡ് 13 meters towards south എന്നാണ് അല്ലെ. സോ 13 meters താഴേക്ക് 13 മീറ്റർ താഴേക്ക് സഞ്ചരിച്ചു എന്നാണ്. 13 meters towards south. He turned left and walked 10 meter. ഇടത്തേക്ക് തിരിഞ്ഞു എന്നാണ്. സോ ഇടത്തേക്ക് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈസ്റ്റിലേക്കാണ് അല്ലെ. ഇടത്തേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിച്ചു എന്നാണ്. 10 meter. He took a left turn and walked 5 meter. ഇടത്തേക്ക് തിരിഞ്ഞു എന്ന് പറയാൻ നോർത്തിലേക്കാണ്. നോർത്തിലേക്ക് 5 മീറ്റർ സഞ്ചരിച്ചു. ക്ലിയർ അല്ലേ? Then he turned right and walked 5 meter. വീണ്ടും റൈറ്റിലേക്ക് 5 മീറ്റർ കൂടി സഞ്ചരിച്ചു. 5 മീറ്റർ റൈറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈസി. സോ ഇപ്പൊ ഈ ഒരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. How far is he from his gym and in which direction? ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു പോയിന്റ് ആണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും നോക്കി. ഇതാണ് അല്ലെ. ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഡിസ്റ്റൻസ് ആണ്. സോ ഞാൻ അതിന് എച്ച് എന്ന് ഡിനോട്ട് ചെയ്തു. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലെ. ഇവിടെ എങ്ങനെയാണ് ഒരു മട്ട ത്രികോണം അല്ലെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടുന്നത് എന്നുള്ളത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനെ നമുക്കൊന്ന് യോജിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ. ഇതിനെ തമ്മിൽ യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലെ മട്ട ത്രികോണം. കാരണം ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്നത് അതിന്റെ ഹൈപ്പോട്ടനസ് അല്ലെങ്കിൽ കർണമാണ്. നമുക്ക് വളരെ ഈസിയാണ്. ഹൈപ്പോട്ടനസിന്റെ ഫോർമുല ഇട്ടാൽ മതി. ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു altitude square plus base square. സോ ഇത് നോക്കിയേ, ഇതിന്റെ ബേസ് എത്രയായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞേ. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഡിസ്റ്റൻസ് 5 മീറ്റർ ആണ് നമുക്കറിയാം. അതിന്റെ കൂടെ ഈ ഡിസ്റ്റൻസ് കൂടെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. സോ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ താഴെ 10 മീറ്റർ ആണ്. സോ ആ സെയിം ഡിസ്റ്റൻസ് തന്നെ ആയിരിക്കും ഇവിടെയും 10 മീറ്റർ ആയിരിക്കും. സോ 10 + 5 10 + 5 15 മീറ്റർ ആയിരിക്കും ടോട്ടൽ ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ 15 മീറ്റർ ഇങ്ങനെ എടുത്തു. 15 മീറ്ററിന്റെ സ്ക്വയർ. ക്ലിയർ അല്ലേ? ഇനി വേണ്ടത് നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് ഈ ഡിസ്റ്റൻസ് ആണ്. സോ എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ഇവിടെ നിന്ന് സൗത്തിലേക്ക് ആദ്യം ടോട്ടൽ വന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ 13 മീറ്റർ ആണ്. സോ 13 മീറ്ററിലെ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത് 5 മീറ്റർ ആണ്. കാരണം ഇവിടെ 5 മീറ്റർ ആണ്. സോ ഇവിടെയും 5 മീറ്റർ ആണ്. സോ അപ്പൊ ബാക്കി ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 13 മീറ്ററിൽ നിന്ന് 5 മീറ്റർ കുറച്ചാൽ മതി. 13 നിന്ന് 5 കുറച്ചാൽ 8 മീറ്റർ നമുക്ക് കിട്ടും അല്ലെ. 8 മീറ്റർ എന്ന് കിട്ടും. സോ നമുക്ക് ആൻസർ കിട്ടി, ഓൾട്ടിറ്റ്യൂഡ് കിട്ടി 8 മീറ്റേഴ്സ് ആണ്. സോ 8 സ്ക്വയർ പ്ലസ് 15 സ്ക്വയർ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. സോ 8 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 64 പ്ലസ് 15 സ്ക്വയർ 15ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 225 ആണ്. ശരിയല്ലേ? 15 × 15 225. 8 × 8 64. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 269 കിട്ടും അല്ലെ. 9 6 8 സോറി 6 8 269 അല്ലെ 289. ക്ലിയർ അല്ലേ? 289. ഇത് കർണത്തിന്റെ സ്ക്വയർ ആണ് അല്ലെ. ഹൈപ്പോട്ടനസിന്റെ സ്ക്വയർ ആണ്. സോ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 289 എടുത്താൽ മതി. സോ സ്ക്വയർ റൂട്ട് ഓഫ് 289 എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, ദാറ്റ് ഈസ് 17 ആണ് അല്ലെ. 17 ആണ്. 17ന്റെ സ്ക്വയർ ആണ് 289 എന്ന് പറയുന്നത്. ഇനി അടുത്ത ഡയറക്ഷൻ ആണ് അല്ലെ. ഡയറക്ഷൻ. സോ നമുക്ക് ഹൈപ്പോട്ടനസ് ഈ ഡയറക്ഷൻ ആണ്. ഇതെന്ന് പറയുന്നത് ഈസ്റ്റിനും സൗത്തിനും ഇടയിലാണ്.
സോ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ്. കിട്ടിയ എല്ലാവർക്കും ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ഡി സൗത്ത് 17 സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ ആണ് ആൻസർ. എല്ലാവർക്കും കിട്ടിയോ? ക്ലിയർ ആണ് എല്ലാവർക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്. അഞ്ചാമത്തെ ചോദ്യം. John starting from his house and goes 21 miles west, then he turns 90-degree clockwise and goes 20 miles. What minimum distance should be covered by him to come back to his home? 41 miles, 21 miles, 29 miles, 59 miles. ഇങ്ങനെ ചെയ്യാം. ആദ്യം തന്നെ നമ്മൾ ന്യൂസ് വരയ്ക്കുന്നു. നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഡയറക്ഷൻ. സോ ജോൺ സ്റ്റാർട്ടിംഗ് ഫ്രം ഈ സൗത്ത്, വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 21 മൈൽസ് വെസ്റ്റിലേക്കാണ് സഞ്ചരിച്ചത്. സോ 21 മൈൽസ് വെസ്റ്റിലേക്ക് സഞ്ചരിച്ചു. അപ്പൊ ഇവിടെ എത്തിയെന്ന് കരുതുക, 21 മീറ്റർ, സോറി മൈൽസ്. Then he turned 90-degree clockwise. 90 ഡിഗ്രി, ഇവിടെ എത്തിയ ആള് 90 ഡിഗ്രി clockwise എന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ട് വന്ന വ്യക്തി 90 ഡിഗ്രി തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നേരെ നോർത്തിലേക്ക് തിരിഞ്ഞു. 90 ഡിഗ്രി നോർത്തിലേക്ക് 90 ഡിഗ്രി തിരിഞ്ഞ് എത്ര മൈൽസ് സഞ്ചരിച്ചു? 20 മൈൽ സഞ്ചരിച്ചു എന്നാണ്. 20 മൈൽസ്. സോ 20 മൈൽ സഞ്ചരിച്ച് ഇവിടെ എത്തി. Then what minimum distance should be covered by him to come back to his home? വീട് എന്ന് പറയുന്നത് ഇവിടെയാണ്, സിറ്റ് നിൽക്കുന്നത് ഇവിടെയാണ്. സോ ഏറ്റവും മിനിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. സോ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിൾ ആണ്, ഇത് 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹൈപ്പോട്ടന്യൂസ് ആണ്, അതിന്റെ കർണമാണ്. ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചാൽ മതി. ഹൈപ്പോട്ടന്യൂസ് ഈക്വൽ ടു a square plus b square. വളരെ സിമ്പിൾ ആണ്. എ സ്ക്വയർ എന്ന് പറയുന്നത് 20 മീറ്റർ ആണ്. 20 സ്ക്വയർ പ്ലസ് ബേസ് എന്ന് പറയുന്നത് 21 മൈൽസ് ആണ്. സോ 21ന്റെ സ്ക്വയർ. സോ 20ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 400 ആണ്. പ്ലസ് 21ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് 442 ആണ്. ശരിയല്ലേ? സോറി, 441 ആണ്. ഒന്നിന്റെ സ്ക്വയർ 1 ഒന്നല്ലേ? സോറി, 441 ആണ്. 400 പ്ലസ് 441. കൂട്ടുമ്പോൾ എത്ര കിട്ടും? 841 കിട്ടും. ഇത് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 841 വർഗ്ഗമൂലം. 841ന്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 29 ആണ്. 29 മൈൽസ് ആണ് ആൻസർ. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. എല്ലാവർക്കും മനസ്സിലായോ? സോ അപ്പൊ നമ്മൾ പൈതഗോറസ് തിയറം അനുസരിച്ച് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള 2 എക്സാമ്പിളുകളും 5 പ്രീവിയസ് എക്സാം ചോദ്യങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെ ഡയറക്ഷന്റെ 4 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ള ഒരു 5-6 ചോദ്യങ്ങളാണുള്ളത്. അത് ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ അടുത്ത ഡയറക്ഷനിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ക്ലിയർ ആയിട്ട് ഡയറക്ഷന്റെ ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെയും ടൈപ്പ് എക്സാം ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ്സുകളൊക്കെ പ്രയോജനം ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം ഒത്തിരി നല്ല കമന്റുകൾ വരുന്നുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും ഇനിയും നമ്മുടെ ചാനൽ കാണുന്ന 50% പേരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ ദയവായി ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ, ഏറ്റവും മികച്ച ക്ലാസ്സിലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നോട്ടിഫിക്കേഷനോട് എനേബിൾ ചെയ്ത് വെക്കുക. തുറന്നുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. സോ അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക, ഒരു ലൈക്ക് എല്ലാവരും ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ദയവ് ചെയ്തതിനായി കമന്റ് ചെയ്യുക. നമ്മുടെ റെയിൽവേ സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ ക്ലാസ്സുകൾ ഓൾറെഡി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. റീസണിങ്ങിന്റെ ലൈവ് ക്ലാസ്സുകൾ റെഗുലറായിട്ട് നടക്കുകയാണ്. സോ ദയവ് ചെയ്ത് ഇനിയും ജോയിൻ ചെയ്യാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്റ്റംബർ 7 വരെ ജോയിൻ ചെയ്യാവുന്നതാണ്. എങ്കിലും സമയം വളരെ കുറവായിരിക്കും. പെട്ടെന്ന് ജോയിൻ ചെയ്ത് പഠിക്കുക. സ്റ്റാഫ് നേഴ്സ് PSC 5ാമത്തെ ബാച്ചിന്റെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ നോൺ കമ്മ്യൂണിക്കബിൾ സബ്ജക്റ്റാണ് ഇപ്പോൾ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ദയവായി ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. വേഗം ആത്മാർത്ഥമായിട്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ പ്ലാനിലേക്ക് കടക്കുക. വേഗം മോഡൽ എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്ത് റിവിഷൻ പ്ലാനും കംപ്ലീറ്റ് ചെയ്ത് MXRM ക്വസ്റ്റ്യനുകളും കംപ്ലീറ്റ് ചെയ്ത്
100 പ്രീവിയസ് ചോദ്യ പേപ്പറുകളും കംപ്ലീറ്റ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിന് തയ്യാറെടുക്കുക. ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദയവായി സമയങ്ങളായി ജോയിൻ ചെയ്യുക. 2024 ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വർഷമായിട്ട് മാറട്ടെ. ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന മികച്ച വിജയങ്ങൾ തന്നെ നേടാൻ സാധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്.